സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, നിങ്ങൾക്കേവർക്കും ജീസസ് വോയിസ് മെസ്സേജ് എന്ന പ്രഭാത ദൈവവചന ധ്യാന ശുശ്രൂഷയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. യോബിൻ്റെ പുസ്തകം അധ്യായം 28 വാക്യം 12. എന്നാൽ ജ്ഞാനം എവിടെ കണ്ടുകിട്ടും? വിവേകത്തിൻ്റെ ഉത്ഭവസ്ഥാനം എവിടെ? എന്നാൽ ജ്ഞാനം എവിടെ കണ്ടുകിട്ടും? വിവേകത്തിൻ്റെ ഉത്ഭവസ്ഥാനം എവിടെ? കർത്താവ് പ്രിയരെ, നാം വായിച്ചു കേട്ട ഇയ്യോബിൻ്റെ പുസ്തകം 28 അധ്യായം 12 വാക്യത്തിൽ ഇരട്ട ചോദ്യങ്ങളാണ് പരിശുദ്ധാത്മാവ് ചോദിക്കുന്നത്. മനുഷ്യരോടായി ചോദിക്കുന്ന ഈ ഇരട്ട ചോദ്യത്തിൽ 2 പ്രധാന വിഷയങ്ങൾ ധ്യാന വിഷയമാക്കുവാൻ നമുക്ക് കഴിയും: ജ്ഞാനവും വിവേകവും. ഒരു മനുഷ്യന് അത്യന്താപേക്ഷിതമായിരിക്കുന്ന 2 കാര്യങ്ങളാണ് ജ്ഞാനവും വിവേകവും. ജ്ഞാനമില്ലെങ്കിൽ മനുഷ്യജീവിതം വ്യർത്ഥമാണ്. ബുദ്ധിയില്ലാത്തവർ, ജ്ഞാനമില്ലാത്തവർ, അവരെ എല്ലാവരും നിന്ദിക്കുകയും പരിഹസിക്കുകയും ചിലർ സഹതപിക്കുകയും മറ്റു ചിലർ അവരെ വെറുക്കുകയും എല്ലാവരും തള്ളിക്കളയുന്ന മന്ദബുദ്ധിയെന്നും മൂഢനെന്നും പല പദങ്ങളിൽ വിളിച്ച് അധിക്ഷേപിക്കുകയും ചെയ്യും. മനുഷ്യ ജീവിതം ധന്യമാക്കുന്നതിന് മനുഷ്യന് അത്യാവശ്യമായ പല വിഷയങ്ങളിൽ ഒന്നാണ് ജ്ഞാനമെന്നുള്ളത്. ഈ അതിമഹത്തായ നന്മ എവിടെ കണ്ടുകിട്ടുമെന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ഇരട്ട ചോദ്യത്തിൽ അടുത്ത ചോദ്യം വിവേകത്തിൻ്റെ ഉത്ഭവസ്ഥാനം എവിടെയെന്നുള്ളതാണ്. ജ്ഞാനം മാത്രം പ്രാപിച്ചാൽ പോരാ, വിവേകം അത്യന്താപേക്ഷിതമാണ്. ജ്ഞാനം പ്രാപിച്ച അനേകർ ഈ ലോകത്തിലുണ്ട്. എല്ലാവർക്കും വിവേകമില്ലാത്തതിനാൽ പലരും ജീവിതത്തിൽ പരാജയപ്പെടുന്നു. ജ്ഞാനവും വിവേകവും മനുഷ്യന് അത്യന്താപേക്ഷിതമാണ്. എന്നാൽ ഇതിൻ്റെ അന്വേഷണം അഥവാ ഇവയുടെ അന്വേഷണം വളരെ നീണ്ടുപോകുന്നതാണ്. ഇയ്യോബിൻ്റെ പുസ്തകം 28 അധ്യായത്തിൽ നാം കാണുന്നത്. അതിൻ്റെ വില മനുഷ്യൻ അറിയുന്നില്ല എന്നും ജീവനുള്ളവരുടെ ദേശത്ത് അതിനെ കണ്ടെത്തുന്നില്ല എന്നും പരാതി പറയുന്നു. തങ്കം കൊടുത്താൽ അത് കിട്ടുന്നതല്ലെന്നും അതിൻ്റെ വിലയായി വെള്ളി തൂക്കിക്കൊടുപ്പാനും സാധ്യമല്ല എന്നും പറയുന്നു. സ്വർണവും സ്ഫടികവും ജ്ഞാനത്തോടും വിവേകത്തോടും തുല്യമല്ല. പവിഴത്തിൻ്റെയും പളുങ്കിൻ്റെയും പേര് പറയുകയും വേണ്ട. പിന്നെ ജ്ഞാനം എവിടെ നിന്ന് വരുന്നു? ചോദ്യമാണ്. ജ്ഞാനത്തിൻ്റെ വില മുത്തുകളിലും ഏറുമെന്ന് മറ്റൊരു വചനത്തിലും പറയുന്നു. സ്വർഗീയ ജ്ഞാനവും ഭൗതിക ജ്ഞാനവും ഉണ്ട്. ജ്ഞാനം പ്രാപിക്കണം, ഒപ്പം വിവേകവും നേടണം. എന്താണ് ജ്ഞാനം? എന്താണ് വിവേകം? ഇയ്യോബിൻ്റെ പുസ്തകം 28 അധ്യായം 28 വാക്യത്തിൽ പരിശുദ്ധാത്മാവ് ഈ ഇരട്ട ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നൽകുകയാണ്. കർത്താവിനോടുള്ള ഭക്തി തന്നെ ജ്ഞാനം, ദോഷം അകന്നു നടക്കുന്നത് തന്നെ വിവേകം. കർത്താവിനോടുള്ള ഭക്തി തന്നെ ജ്ഞാനം,
ദോഷം അകന്നു നടക്കുന്നത് തന്നെ വിവേകം. എന്താണ് ജ്ഞാനം? ദൈവഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ഉറവിടം. എന്താണ് വിവേകം? ദോഷം വിട്ടകലുക, അഥവാ പാപത്തെ വെറുക്കുക. അങ്ങനെയായാൽ ജ്ഞാനവും വിവേകവും നമുക്ക് ലഭിക്കുവാനിടയാകും. ആമേൻ, ആമേൻ.